ഫ്രാൻസിസ് അസീസിയാണ് ആദ്യമായി പുൽക്കൂട് അവതരിപ്പിച്ചതെന്നും ഇന്ന് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും പുൽക്കൂടും ക്രിസ്മസും ഏറ്റെടുത്തുവെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. എല്ലാവർക്കും ഒരുമിച്ച് പുൽക്കൂട് ഒരുക്കാൻ കഴിയട്ടെ, കരോൾ ആലപിക്കാൻ കഴിയട്ടെ, കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയട്ടെ എന്നും റാഫേൽ തട്ടിലിന്റെ ആശംസ. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടെ തീർത്ഥാടനം ചെയ്യണമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ ബോധ്യപ്പെടുത്തിയതും നമ്മെ ആഹ്വാനം ചെയ്യുന്നതും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കരോൾ ഗാനങ്ങളാണ്. ക്രിസ്മസിൽ മാത്രം പാടുന്ന പാട്ടുകളല്ല കരോള്. നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളവർക്ക് നമ്മൾ തണൽ കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മൾ കരം കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ചേർത്ത് പിടിക്കുമ്പോൾ മനസ്സിലാക്കുക, ആദ്യം മാലാഖമാർ പാടിയ കരോൾ ഗാനങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും നമ്മൾ പാടുന്നു.